സുനിൽ, അപ്പോൾ സമരത്തിന്റെ ഒരു വലിയ വിജയം CJP സമരം ലക്ഷ്യം കാണുന്നു. സുനിൽ. ഷിഹാസ്, തീർച്ചയായും അങ്ങനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉണ്ടായിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ മുട്ടുമടക്കൽ കണ്ടിരിക്കുന്നു രാജ്യം. കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാനെ ഏത് വിധേനയും സംരക്ഷിക്കും എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ഒക്കെ പറഞ്ഞത് എങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയതോടെ ആ നിലപാടിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ മുട്ടുമടക്കൽ, കേന്ദ്ര സർക്കാർ ആ നിലപാടിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കേന്ദ്ര സർക്കാരിന്റെ വലിയ കീഴടങ്ങൽ കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാരിലുണ്ടാകുന്ന ഏറ്റവും വലിയ കീഴടങ്ങൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു തീരുമാനത്തെ വിലയിരുത്താം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല ന്യായീകരണങ്ങളായിരുന്നു കേന്ദ്ര സർക്കാർ ഈ സമരത്തെ നേരിടാനായി മുന്നോട്ട് വെച്ചത്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച രാജി എന്ന ആവശ്യത്തിൽ മാത്രം ഒരു അനുകൂല തീരുമാനത്തിലേക്ക് പോകാൻ സർക്കാർ തയ്യാറായില്ല. അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ രാജിയില്ലാതെ ഒരു ഒത്തുതീർപ്പുമില്ല എന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയതോടെ ആ തീരുമാനത്തിന് മുന്നിൽ, ആ നിലപാടിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കീഴടങ്ങിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. അപ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും CJP നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ നൽകിയിരുന്നില്ല, മന്ത്രിമാർ നൽകിയിരുന്നില്ല. രാജി അല്ലാതെ മറ്റെല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാം എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പക്ഷേ രാജിവെക്കാതെ ദില്ലി വിട്ടുപോകില്ല, ദില്ലിയിലെ ജന്തർ മന്ദർ ഒഴിഞ്ഞു പോകില്ല എന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറിയത്. ആ രാജിക്കത്ത് പ്രധാനമന്ത്രി അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രാലയം വിട്ട് മാറിയിരിക്കുന്നു, രാജിവെച്ചിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമരം വിജയിച്ചിരിക്കുന്നു. സമരം വലിയ വിജയം എന്ന് തന്നെ പറയാം. ഈ സമരത്തിന്റെ വലിയ വിജയമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ നമുക്കറിയാം ഈ സർക്കാരിലെ BJPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. കഴിഞ്ഞ 13 വർഷം നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ വലം കൈയായി രാജ്യത്തിന്റെ പല മേഖലകളിൽ BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ. പല സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിച്ച ധർമ്മേന്ദ്ര പ്രധാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ സൂത്രധാരനായി മാറിയ ധർമ്മേന്ദ്ര പ്രധാൻ, RSSന്റെ ഏറ്റവും അടുത്ത അനുയായിയായ ധർമ്മേന്ദ്ര പ്രധാൻ. ആ ധർമ്മേന്ദ്ര പ്രധാനെ വിട്ടൊരു കളിയുമില്ല എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ BJPയുടെ നിലപാട്, കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, പ്രധാനമന്ത്രിയുടെ നിലപാട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നിലപാട്. പക്ഷേ വിദ്യാർത്ഥികൾ ഒരിഞ്ച് പോലും പുറകോട്ട് പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയതോടെ ആ വിദ്യാർത്ഥികളുടെ നിലപാടിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു.